My mother-in-law is 68 and she is still relatable to today's generation. She keeps herself updated and ഞങ്ങൾക്ക് തന്നെ തോന്നാറുണ്ട് അമ്മയ്ക്ക് എങ്ങനെ ഇതൊക്കെ പറ്റണേന്ന് തോന്നാറുണ്ട്. I still learn a lot from her. കാരണം ഇന്നും ആ 68 വയസ്സിൽ ഒറ്റയ്ക്കുള്ളൊരു സ്ത്രീ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെ ജഡ്ജ്മെൻറ്റ്സ് ആണ് എല്ലായിടത്തും ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. I mean, I know the period has changed and there has been so much of progression that's happened, but yet every woman is having her own set of battles where she fight about it. It is easy for her to become a Prithviraj's mother or an Indrajit's mother and be there. But it is her choice to fight that and still keep her identity going, you know. And അങ്ങനെയൊക്കെ എൻ്റെ മക്കളും എന്നെ ആ പ്രായത്തിൽ അവരെക്കാളും ബിസി ആയിട്ട് എനിക്കിരിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഇന്ന് ആലോചിക്കുമ്പോൾ I don't know, I'm questioning myself. She is the busiest among all of us. Honestly, ആ ഒരു കാലഘട്ടം, I mean 18 years back ഞാൻ സിനിമ ചെയ്തിരുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ ഉടനെ the conditioning was such that when heroines or young girls got married, it was just quite like an acceptance between the society maybe or even in the industry that ഇനിയിപ്പോൾ അവർ അഭിനയിക്കാൻ വരെ കല്യാണം കഴിഞ്ഞ് പോയില്ലേ കുട്ടി, ഇങ്ങനെ അതൊരു നോർമലൈസ്ഡ് ആയിട്ടുള്ളൊരു ആയിരുന്നു. ഇനിയിപ്പോൾ ടി വിയിലൊക്കെ വരുമായിരിക്കും. ഇത് കാഷ്വൽ കോൺവെർസേഷൻ ആണ് അങ്ങനത്തെ. അപ്പം ഇപ്പോൾ എനിക്ക് ആ സമയത്ത് ആഗ്രഹമുണ്ടായിരുന്നു അഭിനയിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ പോലും എനിക്ക് തന്നെ പേടിയായിരുന്നു. മേ ബി ഞാൻ ആരോടാ പോയി ചോദിക്കുക അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് അതിനെ മുന്നോട്ട് എടുക്കുക എന്ന് പറയുന്നൊരു സംഭവം. കാരണം ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ദാറ്റ് ഈസ് ഹൗ ഇറ്റ് വാസ് മോസ്റ്റ് ഓഫ് ദ ടൈം. ആൻഡ് എനിക്കും അതിനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റാവില്ല. ബിക്കോസ് I was also very young, no? ആ ചെറിയ പ്രായത്തിൽ to break the pattern എന്ന് പറയുന്ന ഒരു was a bold step, and I don't know whether I was confident enough to take that bold step. And I was also very excited about being married at that time. അപ്പോൾ somewhere I enjoyed every phase of my life in terms of I'm someone who lives in the moment and enjoys every single thing to its minutest details. അപ്പോൾ ആ സമയത്ത് I was more focusing on and also because it was a getaway phase for us. It was a love marriage and we got married very young, so we were enjoying that phase. But when കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും the creative person that I am, because എൻ്റെ ഉള്ളിലത്തെ എനർജി എന്ന് പറയുന്നത് ക്രിയേറ്റീവ് എനർജിയാണ്. എനിക്കത് അതിന് ഫീഡ് ചെയ്താലേ ആസ് എ വുമൺ ആൻഡ് ആസ് എ ഹ്യൂമൻ ബീങ് I function better, more in terms of people around me are more happier, I keep them more happier, my energy is more happy. Is because when I keep myself happy, and for me to be happy and for me to grow and thrive, I need to have a lot of creative things happening from within. അത് 4 വയസ്സ് തൊട്ട് സ്റ്റേജിൽ വളർന്നൊരു കുട്ടിയാണ് ഞാൻ ഡാൻസ് അഭ്യസിച്ച് എൻ്റെ ചൈൽഡ്ഹുഡ് എല്ലാം നൃത്തവും സ്റ്റേജുകളുമാണ്. അപ്പോൾ അങ്ങനെ ഒരു വളർന്നൊരു കുട്ടിക്ക് സ്വാഭാവികമായിട്ട് ആ സമയത്ത് സംവെയർ ഓർ ദി അതർ ഐ ഹാവ് ടു കീപ് മൈ ക്രിയേറ്റീവ് സൈഡ് ഫയർ ഹാപ്പനിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസ് തേടി വന്നില്ല, ഞാൻ അങ്ങോട്ട് തേടി പോയതുമില്ല. പിന്നെ ആസ് കണ്ടീഷനിങ് ടെലിവിഷനാണ് എന്നുള്ള രീതിയിലായി. പക്ഷെ ടെലിവിഷനിലോട്ട് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് ഒരു പ്രോജക്റ്റൊക്കെ ചെയ്തപ്പോൾ ഐ വാസ് ഓക്കെ, ബട്ട് ദെൻ this is not what I want to do. എനിക്കറിയാം, I was getting so suffocated. This is not what I want to do. I want to do something else. But അതിലേക്ക് how do I get there എന്നുള്ളൊരു I did not know. And these were all questions that there was there in my mind. അപ്പോൾ അതൊക്കെ I used to run it by Indran. But I still remember 17 years back എൻ്റെ അടുത്ത് ഇന്ദ്രൻ പറയായിരുന്നു, നിനക്ക് വേറെ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, നീ ആലോചിച്ച് നോക്കും, what is it that you want to do. അപ്പോൾ ഞാൻ പഠിച്ചത് ജേർണലിസമാണ്, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസമാണ് പഠിച്ചത്. സോ അതിലേക്ക് ഇനി എന്തെങ്കിലും ചെയ്യണോ, ഞാൻ അതല്ല, എനിക്ക് ക്രിയേറ്റ് ആവണം, എനിക്ക് പഠിക്കണം, ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. ബട്ട് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ദെർ വാസ് നോ സച്ച് പ്ലാറ്റ്ഫോംസ്. എൻ്റെ വീട്ടിലത്തെ സാഹചര്യം എന്നെ എറണാകുളം വിട്ട് വേറൊരു സ്ഥലത്ത് വിട്ട് പഠിപ്പിക്കുകയൊന്നുമില്ലായിരുന്നു.
മൈ പേരൻസ് ആർ ലിറ്റിൽ ഓവർ പ്രൊട്ടക്റ്റീവ് ദാറ്റ് വേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യം, ഇത് വളരെ മൈന്യൂട്ട് ഫോളോ അപ്പ് ആട്ടോ ഞാൻ ഈ പറയണേ. ദിസ് മൈ ടേക്ക് എ ലോങ് കോൺവെർസേഷൻ. ബട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ടെലിവിഷൻ ഷോസ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തിരുന്ന പ്രോസസ്സാണ്. അപ്പോൾ ആ സമയത്താണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ട് ഓർക്കുട്ട് വരുന്നത്. അതുവരെ കത്തെഴുതുക ഏർപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 16 വയസ്സ് തൊട്ടാണ് ഞാൻ ഏഷ്യാനെറ്റിൽ പ്രോഗ്രാംസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ജനങ്ങളുടെ റെസ്പോൺസാണ് ഏറ്റവും കൂടുതൽ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഫോർ എനി ആക്ടർ, യുനോ. സോ ഫോർ എനി ആക്ടർ ഓർ എനി വൺ ഇൻ ദി എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി, ദ സപ്പോർട്ട് ഓർ വാട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ദ അക്സെപ്റ്റൻസ് ലെവൽ വാട്ട് യു ഗെറ്റ് ഫ്രം യുവർ ഓഡിയൻസ്. സോ അതുവരെ അത് കത്തെഴുതിയാണ് എല്ലാവരും അറിയിച്ചിരുന്നിരുന്നത്. അത് ചാനലിലേക്കായിരിക്കും കത്ത് പോയിരുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വന്നതിന് ശേഷമാണ് ഡയറക്റ്റ് ആക്സസ് വന്നു തുടങ്ങിയത്. അപ്പോൾ ഓർക്കുട്ടിലൂടെ അന്ന് വന്ന മെസ്സേജസൊക്കെ എല്ലാവരും എനിക്ക് പൂർണിമ ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്, ഐ യൂസ് ടു സീ യുവർ ഷോസ്, ചെറുപ്പം തൊട്ടേ ഞാനിങ്ങനെ പെപ്സി ടോപ്പ് 10 കാണുമായിരുന്നു, യുവർ ചോയ്സ് കാണുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കുറച്ചുകൂടി ഒരു ലാർജർ സർക്കിളിൽ നിന്നും എനിക്ക് ഐ എം റിയലൈസിങ് മൈസെൽഫ് ദാറ്റ് okay, whatever I did, I mean people are receiving it and they are, you know, appreciating it എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. ആൻഡ് ദെൻ മോസ്റ്റ് ഓഫ് ദ ടൈം എല്ലാവരും എഴുതിയിരിക്കുന്നതിൽ വെച്ചിട്ട് ഇറ്റ് യൂസ് ടു ബി അബൌട്ട് ദ കോസ്റ്റ്യൂംസ്, ദ കളർ ഓഫ് ദ ഡ്രസ്, ദ കട്ട് ഓഫ് ദ ബ്ലൗസ്, ദ ടൈ ഓഫ് ദ ബ്ലൗസ്, ഹൗ ഐ വോർ ഇറ്റ്, ഹൗ ഐ സ്റ്റൈൽഡ് ഇറ്റ്. ഞാനത് കോൺഷ്യസ്ലി എടുത്ത കാര്യമൊന്നുമല്ല. ബട്ട് വെൻ ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ദ ഫീഡ്ബാക്ക് ഇൻ സച്ച് എ വേ വെയർ ഐ പേഴ്സണലി റിയലൈസ്ഡ് ദാറ്റ് യു നോ ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ റിയലി ലൈക്ക് ടു ഡു, ദാറ്റ് ഈസ് സംതിങ് മേ ബി ഐ ഷുഡ് റിയലി വർക്ക് ഓൺ, യു നോ. സോ അങ്ങനെ ഇന്ദ്രൻ എൻ്റെ അടുത്ത് ഈ ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറഞ്ഞു മേ ബി സംതിങ് ഒരു പ്രാർത്ഥന ആയിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അന്ന് കിട്ടിയിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ക്ലോതിങ് ഉടുപ്പ് വാങ്ങാൻ പോകുമ്പോഴൊക്കെ ഓരോ ഉടുപ്പ് എനിക്ക് ഇഷ്ടമാവണില്ല. ഐ ജസ്റ്റ് കാൺ പ്രോസസ് മൈസെൽഫ് ടു ബൈ ദിസ് ബട്ടർഫ്ലൈ ഡ്രസ്സസ് ഫോർ യുനോ. കൊച്ചുകുട്ടികൾക്ക് ഉടുപ്പ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട് എപ്പോഴെങ്കിലും. ഇന്ന് തിങ്സ് ആർ സോ ഡിഫറെൻറ്റ്. അന്നൊക്കെ ലോട്ട്സ് ഓഫ് ഫ്രിൽസ് ആൻഡ് ക്യാൻസ് ആൻഡ് എന്തൊക്കെയോ ആവും. കുട്ടീനെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വേണം നമുക്ക് തൂക്കിയെടുക്കാൻ. സോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ യുനോ കംഫർട്ടബിൾ ക്ലോത്ത്സ്. അപ്പോൾ ഞാൻ ഐ വോണ്ട് ടു സ്റ്റാർട്ട് എ ക്ലോതിങ് ലൈൻ ഫോർ കിഡ്സ്. കാരണം അന്ന് അങ്ങനെ ചിന്തിച്ചിരുന്നത് കേട്ടോ, എനിക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ഐ ഹാവ് ടു മേക്ക് സംതിങ്. അപ്പോൾ ദാറ്റ് ഈസ് വെൻ ഇന്ദ്രൻ ടോൾഡ് മീ ദാറ്റ് യു നോ യു ഷുഡ് ഡ്രീം ഓഫ് എ ലേബൽ ഓഫ് യുവർ ഓൺ എന്ന് വെച്ചപ്പോൾ ഞാൻ ചെന്ന് വെച്ചാൽ യു ഷുഡ് ജസ്റ്റ് ഹാവ് യുവർ നെയിം ലൈക്ക് ദാറ്റ്. അപ്പം ഞാനൊന്ന് പൂന്ദ്ര ലൈക്ക് വാട്ട് യു സേ, ബിക്കോസ് ഐ ഡിഡ് നോട്ട് ഈവൻ തിങ്ക് അബൌട്ട് ദാറ്റ്. യു സെഡ് യാ വൈ നോട്ട്, ലൈക്ക് മേ ബി. ദെൻ ഐ വാസ് ലൈക്ക് ഓക്കെ ലെറ്റ്സ് സീ. അതെല്ലാം കഴിഞ്ഞ് നക്ഷത്ര ആയ ശേഷം 2013 ഐ ടുക്ക് ദ ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഐ സ്റ്റാർട്ടഡ് ഓഫ് മൈ ബ്രാൻഡ്. ഈ ത്രൂ ഔട്ട് ദിസ് വൈൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു. പറ്റുന്ന രീതിയിൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ അപ്പിയറൻസസ് ഇൻ ടേംസ് ഓഫ് ത്രൂ സ്മോൾ സ്ക്രീൻ ചെയ്തിരുന്നു. ഞാൻ ഹോസ്റ്റ് ചെയ്തിരുന്ന ഷോസ് എല്ലാം തന്നെ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത്. ബിക്കോസ് എനിക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റാത്തൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഷോസും ചെയ്തിട്ടില്ല. ഐ മസ്റ്റ് ഹാവ് ഡൺ മേ ബി ഒരു 18 years 4 ഷോസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, 4 or 5. ഐ ഡിഡ് സംതിങ് ഫോർ തമിഴ് ആക്ച്വലി. കോലങ്കൾ എന്ന് പറയുന്നൊരു സീരിയലിൽ ഞാൻ 3.5 years വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു. ബിക്കോസ് എൻ്റെ മദർ ടങ്ക് തമിഴാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭാഷയാണ്. ഞങ്ങൾ വീട്ടിൽ തമിഴാണ് സംസാരിക്കുന്നത്. സോ അതിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു എക്കോസിസ്റ്റത്തിൽ നിന്ന് മാറി, കംഫർട്ട് സോണിൽ നിന്ന് മാറി. ആദ്യമായിട്ടാണ് ഞാൻ വേറൊരു സ്ഥലത്ത് വേർ പീപ്പിൾ ഡോണ്ട് നോ മീ, ദേ ഡോണ്ട് നോ ഐ എം ഇന്ദ്രജിത്സ് വൈഫ്, ദേ ഡോണ്ട് നോ ഐ എം പൃഥ്വിരാജ് സിസ്റ്റർ ഇൻ ലോ, ദേ ഡോണ്ട് നോ ഹൂ ഐ ആം, ഒന്നും അറിയില്ല. ദേ ജസ്റ്റ് നോ മീ ആസ് എ ക്യാരക്ടർ ഓഫ് ദാറ്റ് സീരിയൽ. അപ്പോൾ ദെൻ ആ സമയത്ത് അഗൈൻ കമ്മിങ് ബാക്ക് ടു do on screen through emotions where I am myself enjoying the process. It is like reaffirmation in my head, you know, you have to come back to cinema. I mean I need to get there എന്നുള്ള എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കും വീട്ടുകാർക്കൊക്കെ അറിയായിരുന്നു. ബട്ട് the right thing and the right moment had to happen, and for that all we can do is take efforts, you know.
അതുമാത്രമാണ് ഈ ത്രൂ ഔട്ട് ദ ജേർണി ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് യു ഹാവ് ടു ലിവ്, നോ, യു ഹാവ് ടു കീപ് യുവർ ക്രിയേറ്റീവ് സൈഡ് ഓൾസോ lit. So because of that, I brand തുടങ്ങി, which is a touch wood, all by the grace of God. I'm so grateful that I took that step. I'm so grateful because it taught me a lot of things. Like to say no. First thing, it is okay to say a no. Most important thing. And second most important thing, the uncertainty of life is beautiful. ബിസിനസ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിരുന്നതാണ്. ഐ പേഴ്സണലി ഫീൽ ബിക്കോസ് ഇറ്റ് ഇസ് അൺസർട്ടൺ, യു ടേക്ക് ദ ലീപ്പ് ഓഫ് ഫെയ്ത്ത്, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് എ റിസ്കി procedure, or this is you don't know, this might be okay, this might not be okay, this you might get money, this you might have loss. But to prepare yourself for that, no, matthethu you're always conditioned for profits, or you're always conditioned for gains or comforts. മറ്റേത് ബിസിനസ്സിലൂടെ പ്രോസസ്സിലൂടെ ഞാൻ പഠിച്ച കാര്യമാണ്. കുറേ പൈസ അങ്ങോട്ട് ചെലവഴിച്ച് കുറേ നഷ്ടം സഹിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും I understood how terribly wrong I was, how terribly I failed. And it was okay to fail, because from there I feel I've learned a lot. അത് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും മേ ബി some way or the other I would have come out, because that's my energy. പക്ഷേ ബിസിനസ്സിലൂടെ ഞാൻ പഠിച്ചൊരു കാര്യം is immense, where I know nothing about what I started, because ആ സമയത്ത് ഞാൻ തുടങ്ങിയതൊരു പാഷനറ്റായിട്ട് എനിക്ക് ആകെ കൂടെ കളേഴ്സും ഫാബ്രിക്സും അതിനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനും മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്നത്തെ ഇവിടുത്തെ ആദ്യത്തെ സെലിബ്രിറ്റി ബ്രാൻഡ് എന്നൊക്കെ പറയുന്ന ഒരു എക്സ്പെക്റ്റേഷൻസും എല്ലാം കൊണ്ട് നമ്മുടെ തലയിൽ കൊണ്ട് വെച്ച് തരുമല്ലോ. പിന്നെ വാട്ട് ദ മാർക്കറ്റ് ഡിമാൻഡഡ് ഇസ് വാട്ട് ഐ മെയ്ഡ്. I did not make what I wanted. I ended up making what the market demanded, because it's a business, no? So when it's a business, at the end of it, you have to sell your products. And if you have to sell your product, you need to you end up making what the market demands. So അതങ്ങനെ ആ ഒരു റൺ കുറച്ച് പോയി. അപ്പോൾ ആ കാലഘട്ടത്തിൽ പൈസ ആൾക്കാർ ചെലവഴിച്ചിരിക്കുന്നത് കല്യാണ സീസണിൽ മാത്രമാണ്. ഒരു പിന്നെ സെലിബ്രിറ്റി തുടങ്ങിയത് കൊണ്ട് തന്നെ അത് ഓട്ടോമാറ്റിക്കലി എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം അത് സെലിബ്രിറ്റി ബ്രാൻഡാണല്ലോ. പിന്നെ കൂടുതൽ സെലിബ്രിറ്റീസാണ് അത് ഇട്ടിരുന്നതും എൻഡോസ് ചെയ്തിരുന്നതും എല്ലാം. സോഷ്യൽ മീഡിയ കൾച്ചറൊക്കെ വേറെ ആയിരുന്നു അപ്പോൾ. സോ അപ്പോൾ സോഷ്യൽ മീഡിയ കൾച്ചറൊന്നും പോലും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ജസ്റ്റ് വെയർ യു സ്റ്റാർട്ടഡ് എ ബ്രാൻഡ്, ലോട്ട് ഓഫ് സെലിബ്രിറ്റീസ് കെയിം ആൻഡ് വി എൻഡഡ് അപ്പ് മേക്കിംഗ് ക്ലോത്ത്സ് വിച്ച് മെയ്ഡ് ദം ലുക്ക് ലൈക്ക് സെലിബ്രിറ്റീസ് മേ ബി. അപ്പോൾ പിന്നെ സാധാരണക്കാർ വിചാരിച്ചു ഇതൊന്നും എനിക്കിടാൻ പറ്റുന്ന ഉടുപ്പൊന്നുമല്ല, വിച്ച് ഇസ് ട്രൂ. Because which is at the end of the day I ended up making what the market demanded out of it. പക്ഷെ അതിൻ്റെ അകത്തുള്ള 2015 എൻ്റെ മൈ എൻകൗണ്ടർ എന്നൊരു വേണമെങ്കിൽ പറയാം വിത്ത് മൈ സെൽഫ്, വെയർ ഐ റിയലൈസ് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ഫ്രം മൈ ബ്രാൻഡ് ഇൻ മൈ വാർഡ്രോബ്. So then where am I heading to as a brand? Because a brand needs an identity, it needs a longevity. So and it needs to connect in terms of, അതിനൊരു കണക്ഷൻ വേണമല്ലോ ടുവേർഡ്സ് ദി ഓഡിയൻസ്. അത് ചെറുതായാൽ മതി, ഒരു നോട്ട് ടു ദ മാസ്, അറ്റ്ലീസ്റ്റ് ടു എ നീഷ്. ഒരു റൂട്ട് കണക്ഷൻ വേണം, ഒരു ഇൻവിസിബിൾ ത്രെഡ് കണക്ഷൻ ടു ദ ബ്രാൻഡ്. അപ്പോൾ അത് ഇസ് ദൻ ഐഡൻറ്റിറ്റി ഓഫ് എ ബ്രാൻഡ് വിച്ച് ഐ ഹാഡ് ടു ഫൈൻഡ് ആൻഡ് ദെൻ സ്റ്റാർട്ടഡ് ദ സെർച്ച് ഫോർ ഇറ്റ്. അവിടെയാണ് ഐ ഹാപ്പൻ ടു ഹാവ് മൈ റിലേഷൻഷിപ്പ്. ദാറ്റ്സ് വെയർ മൈ റിലേഷൻഷിപ്പ് വിത്ത് ഹാൻഡ്ലൂം സ്റ്റാർട്ടഡ് ഓഫ്. വേറെ കൈത്തറിയിലൂടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് ഞാൻ തന്നെ പൈസ ചിലവഴിച്ച്, ഞാൻ തന്നെ എൻ്റെ എക്സ്പീരിയൻസിലൂടെ എൻ്റെ നഷ്ടങ്ങളെല്ലാം സഹിച്ച്, എൻ്റെ പൊട്ടത്തരങ്ങളെല്ലാം കാണിച്ച്, വേർ ഐ ജസ്റ്റ് ടെറിബിളി ഫെയിൽഡ് ഇൻ ടേംസ് ഓഫ് എ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് ഐ എം ഓക്കെ, ബിക്കോസ് I proudly say I failed, because I am very proud of what it has made me today. ആൻഡ് അതിലൂടെ വീവിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും, വീവിങ്ങിൽ തന്നെ ജക്കാർഡ് വീവിംഗ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുകയും, പിന്നെ ഫ്രം ദെയർ ഓൺവേർഡ്സ് ഐ സ്റ്റാർട്ടഡ് ഹാവിങ് മൈ ഓൺ ജേർണി. ഇപ്പോൾ എനിക്ക് 2 ക്ലസ്റ്റേഴ്സ് ഉണ്ട്, ചേന്നമംഗലത്തിലും കുത്താമ്പള്ളിയിലും ഉണ്ട്. പ്രാണയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡ്ലൂം വേർട്ടിക്കൽസ് ഉണ്ട്, ഹാൻഡ് വൂവൺ ആയിട്ടുള്ള. അതിലേക്കുള്ള പ്രോസസ്സിലേക്കേ ഉള്ളൂ, ഇപ്പോഴും കംപ്ലീഷനിലേക്ക് ആയിട്ടില്ല, ബിക്കോസ് അക്കാഡമിക് നോളജ് ഇല്ലാതെയാണ് ഞാൻ വരുന്നത്. സോ it will take a lot. Hands-on experience എന്ന് പറയുന്നത് takes a lot of time. And then now slowly I am
in a situation where I personally feel that കുറച്ചെങ്കിലും എനിക്കൊരു കണക്ഷൻ വിത്ത് ഓഡിയൻസിനാണെങ്കിലും ബയേഴ്സിനാണെങ്കിലും കസ്റ്റമേഴ്സിനാണെങ്കിലും ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഇവിടുത്തെ കല്യാണം കഴിഞ്ഞ് പോകുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ 5 or 6 ഇവൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഇവൻറ്റിനോ അല്ലെങ്കിൽ ഒരെണ്ണിടത്തെങ്കിലും ടു വെയർ the fabric or to wear a dress that speaks for your culture, that speaks for your loom, that speaks for your heritage. Weaving is almost dying now, you know. So I just feel as a brand, it's my responsibility. As a person, it's my responsibility to start off something at least, you know. Our first step edukka ennallathu maatra cheyidittulladu. So today I have brides who are Malayalis, who are non-Malayalis, who all come to me just to wear what I weave. So that is a very, you know, something which I feel quite empowered because of that failures I faced to what I happened to me today. And now slowly I'm broadening it out to the Pret line, where I just feel that my kids are also growing up, and in case like if they want to take over, it should be something that connects to them also. So and ഇന്നത്തെ പോസ്റ്റ് കോവിഡ് ഫാഷൻ സിനാരിയോ എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ്. And it's fluidity everywhere, and in terms of fashion also we are talking about equity, and in the language of fashion that means that fluidity in through clothing. So ഈ Pret ലൈനിലൂടെ അത് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. I am yet to launch it. That happened side by side, and then just kept the efforts moving, just kept the hard work moving, constantly spoke about my dreams to my friends, to my people, to the universe, I guess, and it happened. And because it's through me, I'm teaching my children also to do it, because it is ഇന്നലെ ഓസ്കാറിന്റെ സമയത്ത് what Michelle said is so promising, saying that don't let anyone tell you or define you. Yeah, your prime is over. No, it's never over.